ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്, ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ് എന്ന് വിചാരിച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഓക്കെ, നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്. ഫസ്റ്റ് കാർഡ് ഹാങ്ക്ഡ്മാനാണ്. ഞാൻ പോസിറ്റീവ് ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ വിചാരിച്ചതേ ഉള്ളൂ. ഹാങ്ക്ഡ്മാനാണ്. ഇതൊരു എത്തും പിടിയും ഇല്ല എന്നുള്ളതാണ്. അതായത് ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. വരുന്ന അടുത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ചിന്തയിൽ പോകുന്നതാണ് നല്ലത്. ഹാങ്ക്ഡ്മാൻ്റെ എനർജിയാണ്. ഹാങ്ക്ഡ്മാൻ എന്ന് കാണുമ്പോൾ അറിയാമല്ലോ ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ഹാങ്ക്ഡ്മാൻ്റെ ഒരു വാർത്തയൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ട് നെഗറ്റീവാണ് വന്നേക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്ക് ചെയ്യാന്നാണ്. നമ്മൾ ഒരു തീരുമാനം എടുക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചിട്ട് ഇനി അത് ശരിയാകുമോ ഇല്ലയോ എന്ന് വീണ്ടും ഓവർ തിങ്ക് ചെയ്യുക, വീണ്ടും അതിൽ തിങ്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്താൽ നമുക്കതിൽ ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ തീരുമാനം മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ അതിൽ ഒരു മൊത്തത്തിലൊരു കിളിപോയ അവസ്ഥയിലെത്തും. അപ്പം നമ്മൾ ഇതിലൊക്കെ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ ഓവർ തിങ്ക് ചെയ്തിട്ട് നമുക്കൊരു ഇൻഡിസിഷൻ്റെ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എങ്കിൽ നമ്മളത് സറണ്ടർ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് എനിക്ക് നല്ലതായിട്ട് ഈ കാര്യം വരണം എന്ന രീതിയിൽ പ്രാർത്ഥിച്ച് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. ഇത് ഞാൻ നിന്നിൽ സമർപ്പിക്കുകയാണ്. എനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ, എനിക്ക് നല്ലതായ രീതിയിൽ ഇത് വരണം എന്ന രീതിയിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ സ്റ്റക്കായി നിൽക്കുന്നത് ആ കാര്യത്തിനെ സമർപ്പിച്ചു കൊടുക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ഹാങ്ക്ഡ്മാൻ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ പ്രോക്രാസ്റ്റിനേഷനാണ്. തീരുമാനം എടുക്കാൻ പറ്റാതെ നീട്ടി കൊണ്ടുപോകുന്നതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇത് ചില കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് നമുക്ക് എത്തും പിടിയില്ലാത്തത് കൊണ്ട് അതങ്ങ് വേണ്ടെന്ന് വെക്കുന്ന ഒരു എനർജി കൂടിയാണ് ഹാങ്ക്ഡ്മാൻ. അതായത് സാക്രിഫൈസ് ചെയ്യുക, ചില കാര്യങ്ങൾ നമ്മൾ ത്യജിക്കുക, വേണ്ടെന്ന് വയ്ക്കുക. കാരണം അത് ഹോൾഡ് ചെയ്തത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല എന്ന നെഗറ്റിവിറ്റീസ് ഉണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മളത് വേണ്ടാന്ന് വിചാരിക്കുക, അതിനെ സാക്രിഫൈസ് ചെയ്യുന്ന എനർജിയാണ് ഹാങ്ക്ഡ്മാൻ. ഓക്കെ, അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലാത്ത ആളുകളോടാണ്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ അങ്ങ് വിട്ടയച്ചേക്കുക. നമ്മളായിട്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് നമുക്ക് പെയിൻഫുൾ ആവുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ അതിനെ സറണ്ടർ ചെയ്ത് ഏറ്റവും നല്ലൊരു തീരുമാനം എനിക്ക് വേണ്ടി എടുത്തു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അതിനെ വിട്ട് കളയുക. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നമ്മുടെ മനസ്സിൽ തന്നെ ഇവോൾവായി വന്നോളും. ഓക്കെ, അതാണ് ഹാങ്ക്ഡ്മാൻ്റെ എനർജി പറയുന്നത്. ദെൻ 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഫാമിലി ടൈമാണ്. ഫാമിലിയോടൊപ്പം നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഫാമിലിക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് പണം വീട്ടിലേക്ക് ധാരാളമായിട്ട് പല സോഴ്സിൽ നിന്ന് പണം വരിക, അതായത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. ഒരുപാട് പണം വന്നു ചേരും. ഇത് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചും പല സോഴ്സിൽ നിന്ന് പണം വന്നു ചേരും. അതായത് നമുക്ക് യൂഷ്വലി കിട്ടുന്ന സാലറി മാത്രമല്ല, അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ കിട്ടില്ല എന്ന് വിചാരിച്ച പണമോ ഒക്കെ നമുക്കിന്ന് വന്നു ചേരുന്നതായിട്ടാണ് ഈ 10 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതായത് പല സോഴ്സിൽ നിന്ന് പണം നമ്മളിലേക്ക് വന്നു ചേരും. ഫാമിലിയോടൊപ്പം അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫാമിലിയോടൊപ്പം നമുക്ക് പുറത്തു പോകാനും ചില്ല് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരം ഇന്ന ദിവസം ഉണ്ട്. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എങ്കിൽ, നിങ്ങളുടെ ഒരു ഇന്നത്തെ അജണ്ടയിൽ അങ്ങനെ ഒരു കാര്യമില്ല എങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, എല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നൊരു ഫാമിലി ടൈം ഉണ്ട് എന്നാണ് കാണുന്നത്. ഫാമിലിക്ക് വേണ്ടി പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതുമാകാം, ഫാമിലിയിൽ നിന്ന് പണം കിട്ടുന്നതുമാകാം, പല സോഴ്സിൽ നിന്ന് പണം കിട്ടുന്നതുമാകാം. അപ്പോൾ ധാരാളം പണം ഇന്ന് വരും എന്ന് കാണുന്നുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് പല സോഴ്സിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നടന്ന് പണം കിട്ടുന്നതാവാം, ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച പണം കിട്ടുന്നതാവാം, കടം വാങ്ങിച്ചവർ തിരിച്ചു തരുന്നതാവാം, സാലറി കിട്ടുന്നതാവാം, ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഏണിംഗ് ഉണ്ടെങ്കിൽ അതാവാം. അപ്പോൾ പല രീതിയിൽ പണം വരുന്നു എന്നും അർത്ഥമുണ്ട് കേട്ടോ. ദെൻ ക്വീൻ ഓഫ് വാൺസ് ആണ്. ഇത് നിങ്ങൾ ശരിക്കും ഒരു പ്രൊഫഷണലി നിൽക്കുന്ന ഒരാളാണ്, പക്ഷേ അതല്ലാത്ത മറ്റൊരു പ്രൊഫഷനിലേക്ക്, അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പാഷനെ നിങ്ങൾ ലീഡിങ് ഫോർവേഡ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നിങ്ങൾ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒരു എലൈറ്റഡ് തിങ്കിങ് ഉള്ള ഒരാളായിട്ട് നിങ്ങളിപ്പോൾ മാറിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ള ആളുകൾ നോർമലി തിങ്ക് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്കൊരു പുച്ഛം തോന്നുക, അങ്ങനെയുള്ളൊരു സാഹചര്യം തോന്നാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ നമ്മൾ പുച്ഛിക്കുക, കാരണം നമ്മൾ കുറച്ചും കൂടെ ഹൈലി എലൈറ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു എലൈറ്റഡ് സോളാണ്, നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ പേഴ്സണാലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട് താഴെയുള്ള ലോവർ എനർജിയിലുള്ള
താഴെയുള്ള ആളുകളോടൊരു പുച്ഛം തോന്നാനായിട്ട് സാധ്യതയുള്ളൊരു എനർജിയാണ് ക്വീൻ ഓഫ് വാൺസ്. ഇത് ഹൈലി പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലേഡി എനർജിയാണ്, ഒരു ഫീമെയിൽ എനർജിയാണ്. നിങ്ങളിന്ന് വളരെയധികം കരിയർ ഫോക്കസ്ഡ് ആയിരിക്കും. എങ്കിൽ പോലും അവിടെ നിങ്ങൾക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട്. ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് താഴെയുള്ള ആളുകളോടൊരു പുച്ഛമൊക്കെ തോന്നാൻ സാധ്യതയുള്ള ദിവസമാണ്. അതാണ് ക്വീൻ ഓഫ് വാൺസ്. മോസ്റ്റ്ലി നമ്മൾ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതാണ് നല്ലത്. ദെൻ കിങ് ഓഫ് വാൺസ്. കിങ് ഓഫ് വാൺസും കിങ് ഓഫ് വാൺസും ഉണ്ടപ്പോൾ ഇവിടെ ഒരു പാരലൽ ലൈനാണ്. അതായത് ഇത് ഒരു നിങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, ലവേഴ്സ് ആകാം, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത് ആണായാലും പെണ്ണായാലും, നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നോ അതേ ഇൻറ്റൻസിറ്റിയിലാണ് മറ്റേ ആളും വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ അതേ രീതിയിൽ അതേ നാണയത്തിൽ അവർ ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ട് ഇന്ന് ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളിൽ തന്നെയുള്ള മാസ്കുലിൻ ഫെമിനിൻ എനർജി ഒരു ഈക്വിലിബ്രിയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഈ ഈക്വിലിബ്രിയം ഫോം ചെയ്യുന്നത് കൊണ്ട് ഒരാൾ പറയുന്നതിനെ മറ്റൊരാൾ ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടുപേരും രണ്ട് രീതിയിലേക്കാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അപ്പോൾ ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ക്ലാഷ് ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. രണ്ടുപേരും രണ്ട് രീതിയിലേക്കാണ് കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും ക്ലാഷ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഓക്കെ. ദെൻ 4 ഓഫ് കപ്സ്. കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുക, അതിനുശേഷം വേണ്ടായിരുന്നു, കഷ്ടമായിപ്പോയി, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നിരാശയിലിരിക്കുക. പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്തിട്ട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒന്നിൻ്റെ അവസാനമല്ല, മറ്റെന്തിൻ്റെയൊക്കെ തുടക്കമാണ്. അപ്പോൾ ആ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നതിനെ നമ്മൾ മാക്സിമം അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നൊരു ഓഫറൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുതരുന്ന ചില സമ്മാനങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുൻപുണ്ടായിരുന്ന കാര്യങ്ങളുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുക. മുമ്പുണ്ടായിരുന്ന കാര്യങ്ങളുമായിട്ട് അതിൽ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും ആ ഡിസപ്പോയിൻമെൻറ്റിനൊരു കാരണമുണ്ട്. അവിടെ എന്തുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആയി, നിങ്ങൾ എന്തുകൊണ്ട് ഡിസപ്പോയിൻറ്റഡ് ആകേണ്ടി വന്നു എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക. ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മപരിശോധന ചെയ്യുക. അതിൽ എന്തുകൊണ്ടാണ് എനിക്ക് നിരാശ വന്നത്, ഞാൻ കൂടുതലായിട്ട് ഓവർ എക്സ്പെക്റ്റ് ചെയ്തതുകൊണ്ടാണ് നിരാശ വന്നത്, അതുകൊണ്ട് ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇനിമേൽ ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം പാസ്റ്റിലുള്ള ദുഃഖത്തിലൊന്നും ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട. കാരണം പുതിയ പുതിയ ഓഫേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്തായാലും ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് 4 ഓഫ് കപ്സ്. ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ ഹൈ പ്രീസ്റ്റസ് ആണ്. നിങ്ങൾക്ക് തന്നെ ഹൈലി ഇൻഡ്യൂഷൻ എന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഇൻഡ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. ആ ഇൻഡ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് അധികം വാല്യൂ നിങ്ങൾ കൊടുക്കണ്ട. ബിക്കോസ് നിങ്ങൾ തന്നെ ഇന്ന് നിങ്ങളുടെ ഗുരുവാണ്. നിങ്ങൾക്ക് തന്നെ ഇന്നൊരു ഡിവൈൻ കണക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് പോയി ഗൈഡൻസ് എടുക്കേണ്ട ആവശ്യം ഇന്ന ദിവസം ഇല്ല. എങ്കിൽ പോലും ഇതൊരു ഫെമിനൈൻ സ്പിരിച്വൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ലേഡി ഫിഗറിനെ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫിഗറിനെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള, കുറച്ചൊരു കാണുമ്പോൾ തന്നെ നമുക്കൊരു നിഗൂഢത തോന്നുന്ന ആളായിരിക്കും. പക്ഷെ അവർ നിങ്ങളോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഇന്ന് മീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ നിങ്ങളെ ഗുരുവായി സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഒരു ഡിവൈൻ ഗൈഡൻസ് ഏത് രീതിയിലും ആകാം. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ പറയുന്ന വാക്കുകളാകാം, അല്ലെങ്കിൽ അമ്മയെപ്പോലുള്ള മറ്റ് ലേഡീസ് ആവാം, കുറച്ച് മച്ചുവർ ആയിട്ടുള്ള ലേഡീസ് ആകാം. ഫെമിനിൻ എനർജി ആയതുകൊണ്ടാണ് ലേഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സൺ, നമ്മളൊരിക്കലും ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണെന്നൊന്നും വിചാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ആളിൽ നിന്ന് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗൈഡൻസ് ഇൻ ദ സെൻസ് നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് ആ സ്റ്റക്ക്നെസ്സിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ഒരു ഉത്തരം, ആ ഉത്തരം നിങ്ങൾക്കിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്നൊരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി. ഓക്കെ, ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ് കേട്ടോ. ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ് ഇന്നത്തെ ദിവസം. ദെൻ 4 ഓഫ് വാൺസ് ആണ്. നിങ്ങൾ ഏത് പാഷനിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് പാഷനെ പിന്തുടർന്നാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് ഇന്നൊരു അച്ചീവ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഇപ്പം ഒരു പെയിൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പെയിൻറ്റ് സെയിൽ ഔട്ട് ആവുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ
മറ്റേതെങ്കിലും ഒരു ഇപ്പോൾ ഒരു പുതിയൊരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത് ഓപ്പൺ ചെയ്ത് അതിലെ ഫസ്റ്റ് സെയിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾക്കൊരു ഏർണിങ്ങിലേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ 4 ഓഫ് വാൺസ്. ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ ഏത് പാഷനെ ചേസ് ചെയ്യുന്നോ അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമാണ്. സമ്മാനമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ഇത് ഹോം കമ്മിങ്ങിൻ്റെ കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മാറി എവിടെയോ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ്, പ്ലാനിങ്സ്, അതുപോലെ യാത്ര പോലും നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ് 4 ഓഫ് വാൺസ്. മിക്കവാറും വരുന്ന വീടുകളിൽ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വീട് ഹോം കമ്മിങ് ആണ്. വീട്ടിലായിരിക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ദെൻ ഇതൊരു ആഘോഷത്തിൻ്റെ കാർഡാണ്. അതുകൊണ്ട് തന്നെ സെലിബ്രേഷൻസിൽ, ട്രഡീഷണൽ ആയിട്ടുള്ള സെലിബ്രേഷൻസിൽ, കല്യാണം പോലുള്ള സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഗെറ്റ് ടുഗദറുകളാവാം കേട്ടോ. അങ്ങനെയുള്ള ഗെറ്റ് ടുഗദറുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് 4 ഓഫ് വാൺസ് പറയുന്നത്. ദെൻ ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്. നിങ്ങൾ ഇപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ മേ ബി നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ ഇന്ന് ഒരു റിയൂണിയൻ്റെയൊക്കെ ഒരു സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. മോസ്റ്റ്ലി ഇതൊരു സോൾമേറ്റ് കാർഡും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ സോൾമേറ്റുമായിട്ടൊരു കൂടിക്കാണലുണ്ട്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇതുവരെ അറിയില്ലായിരിക്കും. മേ ബി ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. പക്ഷേ അതൊരു സോൾമേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇന്ന ദിവസം നിങ്ങൾക്കത് മനസ്സിലാകാം, ഇതെൻ്റെ ഒരു സോൾമേറ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. പിന്നെ എല്ലാ സോൾമേറ്റ്സും വന്ന് നമുക്ക് നമ്മളെ പോളിഷ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിട്ട് പോകുന്ന ആളുകൾ ആകാതിരിക്കാം. ചിലർ വന്ന് വളരെ സ്നേഹത്തിലായിരിക്കും നമ്മളോട് കോപ്പപ്പ് ചെയ്യുന്നത്. മറ്റു ചിലർ വളരെ ഡേഞ്ചറസ് ആയ സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് നിർത്തും. കാരണം ഇവർ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഈ ആളുകൾ നമ്മളോട് മുൻപ് നമ്മൾ അവരോട് ചെയ്തിട്ടുള്ള അതേ ട്രോമ അവർ ഇപ്രാവശ്യം നമുക്ക് തിരിച്ചടിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ചില ആളുകൾ ജസ്റ്റ് ഒരു ദിവസം നമ്മുടെ ലൈഫിലേക്ക് വരും, ഒറ്റ ദിവസത്തേക്കേ കാണത്തുള്ളൂ. അവർ വരുന്നു, വലിയൊരു ആഘാതം നമ്മൾ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു എൻകൗണ്ടർ ഇന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സോൾമേറ്റ് കാർഡ് ആയതുകൊണ്ടാണ് കേട്ടോ. ദെൻ ഏസ് ഓഫ് കപ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഒരു ന്യൂ പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. ഇനി സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന റിലേഷൻഷിപ്പുകളിലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് രണ്ടും റീയൂണിയൻ്റെ കാർഡാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു പുതിയ ബിഗിനിങ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ഓഫേഴ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോബ് ഓഫർ ആയിരിക്കാം, ലവ് ഓഫർ ആയിരിക്കാം. മോസ്റ്റ്ലി അത് ലവ് ഓഫറാണ്, അല്ല ജോബ് ഓഫർ ആവാം. ചിലപ്പം നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഫിനാൻഷ്യലി നിങ്ങൾ ഡ്രെയിൻഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കാം എന്ന് പറഞ്ഞാൽ ഒരാൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്ന് ഒരു പണം ഓഫർ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഇന്നൊരു ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ റീയൂണിയനും സാധ്യതയുണ്ടെന്നാണ് ഏസ് ഓഫ് കപ്പ് പറയുന്നത്. ഓക്കെ, ദെൻ ഏസ് ഓഫ് വാൺസ് ആണ്. വീണ്ടും ഒരു പുതിയ തുടക്കമാണ്. ഇതൊരു പുതിയ ജോബായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ കരിയർ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കരിയർ ഇൻ ദ സെൻസ് അത് എവിടെയെങ്കിലും ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്ന ജോബ് ആവണമെന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നതാവാം. അതല്ലെങ്കിൽ നിങ്ങളുടെ പാഷനുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്നതാവാം. അപ്പോൾ ഡാൻസ് പഠിക്കുക, പാട്ട് പഠിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുക. ക്രിയേറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ തുടക്കമുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഏസ് ഓഫ് വാൺസ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. ഒരുപാട് ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടോ 9 ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് നിങ്ങളുടെ ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ്. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തു വെച്ചിരിക്കുന്നു അതിൻ്റെ ലേബർ ഈസ് ഫിനിഷ്ഡ്. സോ ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ റിവാർഡ് കിട്ടുമെന്നാണ്. അപ്പോൾ നിങ്ങൾ നല്ലത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നല്ലത് കിട്ടും. ഇന്ന് വീണ്ടും ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് 9 ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത് ഫിനാൻഷ്യൽ അബണ്ടൻസും മണി മാനിഫെസ്റ്റേഷനെ കുറിച്ചുമാണ്. പണത്തെ നന്നായി മാനിഫെസ്റ്റ് ചെയ്യുക. പണത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ധാരാളം പണം നിങ്ങളിലേക്ക് വരുമ്പോൾ ആ പണത്തിനെ നിങ്ങൾ ആരാധിക്കുക, ആ എനർജിയെ നിങ്ങൾ ഇഷ്ടപ്പെടുക, അതിനെ ബ്ലെസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യണം. അതുപോലെ ചിലപ്പം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം കിട്ടാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു ഓഫർ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾക്ക് വീട് വെക്കുന്നതാവാം, നിങ്ങൾ മേ ബി വീട് വെക്കുന്നതാവാം, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്നതാവാം. അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട്. അതുപോലെ വാഹനം വാങ്ങിക്കുന്നതാവാം, വിൽക്കുന്നതാവാം. അതുപോലെ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതാവാം. എന്തോ പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു, അത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം മേ ബി പണം ധാരാളമായിട്ട് വരുന്നതാകാം. ഇവിടെ ഓൾറെഡി 10 ഓഫ് പെൻറ്റക്കിൾ എനർജി ഉണ്ട്.
അപ്പോൾ പണം ധാരാളമായിട്ട് വരുന്നതാകാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാ ഏസ് വന്നേക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് വാൺസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്ന് പുതിയ തുടക്കങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പുതിയ തുടക്കമാണ്. ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ തുടക്കമുണ്ട്, ഇവിടെ കരിയറിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും തുടക്കമുണ്ട്, ഇവിടെ ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ തുടക്കമുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസമാണ്, പുതിയ തുടക്കങ്ങളുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക, വളരെ പോസിറ്റീവായിട്ട് ഇതിനെല്ലാം അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഐ അട്രാക്റ്റ് ഓൾ ദ പോസിറ്റിവിറ്റീസ് എന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ളൊരു ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ്, എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ഇറ്റ്സ് അപ് ടു എന്നാണ്. അപ്പം നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് വിട്ട് തന്നിരിക്കുവാണ്, നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. ഇവിടെ ഹാങ്ഡ് മാൻ്റെ എനർജി ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യാൻ പറഞ്ഞില്ലേ, അതേ സമയം തന്നെ നമ്മളോട് പറഞ്ഞു ഹൈ പ്രീസ്റ്റസ് നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏഞ്ചൽസ് പറയാണ് ഇറ്റ് ഈസ് അപ് ടു എന്ന്. അപ്പോൾ നമ്മൾ സറണ്ടർ ചെയ്തിട്ട് നമ്മൾ നിശബ്ദമായിട്ടിരിക്കുക, നമ്മുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇൻറ്റ്യൂഷൻ തന്നെ നമുക്കുള്ള ആൻസർ പറഞ്ഞു തരും. അപ്പോൾ അതിനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇറ്റ് ഈസ് അപ് ടു, നിങ്ങൾക്കാണ് ഇന്നത്തെ ചോയ്സ് തന്നിരിക്കുന്നത്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് തീരുമാനമാണോ അത് നിങ്ങൾ തന്നെ എടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ കണ്ടോ, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക, അതിൽ ലിസൺ ചെയ്യുക എന്നാണ് കേട്ടോ. സെയിം കാർഡ്സാണ് വന്നേക്കുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ, ദെൻ ബി അസേർട്ടീവ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യുക, ഇൻറ്റ്യൂഷനെ ശ്രദ്ധിക്കുക, ഒരു തീരുമാനം എടുക്കുക, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് തീരുമാനം എടുക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ഒന്ന് നല്ലൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ. യൂണിവേഴ്സിനൊന്നും സപ്പോർട്ടില്ല, നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യും. നിങ്ങൾ തന്നെയാണ് തീരുമാനം എടുക്കാൻ പോകുന്ന ആൾക്കാർ കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെയാണ്, നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്, എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്, എന്താണെന്ന് യൂണിവേഴ്സിന് ലവേഴ്സിനോട് പറയാനുള്ളത് നോക്കാം. ഫസ്റ്റ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത്, ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ ടാരോ റീഡിങ്സ് കാണുന്നതെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പാസ്റ്റ് ലൈഫ് കർമാസ് ക്ലിയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മുന്നേ തന്നെ അറിയുന്ന ആളുകളാണ്. നിങ്ങൾക്കിടയിൽ കർമ്മ ക്ലിയറൻസ് ഉള്ളതുകൊണ്ടാണ് ഒരു സെപ്പറേഷൻ ഫേസും കോൺഫ്ലിക്റ്റും ഒക്കെ വരുന്നത്. നിങ്ങൾ പെയിൻഫുൾ ആയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ട് കെമിസ്ട്രിയാണ്. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ പാഷനാണ്. നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഇടയ്ക്ക് എവിടേക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, രണ്ടുപേർക്കിടയിലുള്ള പാഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മേ ബി ചിൽഡ്രൻ, യുവർ ലവ് ലൈഫ് ഈസ് ബീങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. മേ ബി കുട്ടികളൊക്കെ ഇതിനകത്ത് ഇൻവോൾവഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ അത് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുക. റിലേഷൻഷിപ്പുകൾ വളരെ സ്മൂത്തായിട്ട് പോയിക്കോളും. ഈ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പൊക്കെ വരുന്നത് കൊണ്ടാണ് അവിടെ വളരെ കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. കാരണം പാസ്റ്റിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള പെയിനൊക്കെ ഇത്തവണ തിരിച്ചു കിട്ടിയാൽ മാത്രമാണ് ആ കർമ്മ ക്ലിയറായി പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. ഒരുപാട് തുടക്കങ്ങളുണ്ട്, പണം ധാരാളമായിട്ട് വരുന്നുണ്ട്. നഷ്ടപ്പെട്ട ചിന്തകളിൽ നോക്കിയിരിക്കരുത്. നിങ്ങൾക്ക് ഓഫറുകൾ വരുന്നുണ്ട്, ഓഫറുകളെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഇവിടെ റിയൂണിയൻ്റെ കാർഡുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ദിവസമാണ്. അതുപോലെ മോശമായിട്ടുള്ള ഹാങ് ചെയ്തു എന്നൊക്കെ ഉള്ള വാർത്തകൾ കേൾക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. കുറച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ടി വരും, തീരുമാനമില്ലാതെ നിൽക്കേണ്ടി വരും. പക്ഷേ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്തൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.